ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശാണെങ്കിൽ ഒരു പാവത്താനെ പോലെ അഭിനയിച്ച് രജനിയുടെയും അമ്മയുടെയൊക്കെ സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കുന്നു. ജയിലിലായിരുന്ന സമയത്ത് ഭക്ഷണത്തിനായിട്ട് പ്ലേറ്റും പിടിച്ച് വരി നിൽക്കണമെന്നും ചിലപ്പോൾ നമ്മളെക്കാൾ ശക്തിയുള്ളവർ വന്ന് നമ്മളെ തള്ളി മാറ്റി ഇടയർ കയറി നിൽക്കുമെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ദിവസം മുഴുപട്ടിണിയാണെന്നും അതോടെ ഭക്ഷണത്തിൻ്റെ വില ശരിക്കും മനസ്സിലായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഗിരിക്കാണെങ്കിൽ ഇതെല്ലാം കണ്ട് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. കാരണം തന്ത്രശാലിയായിട്ടുള്ള പ്രകാശ് ഇതല്ല ഇതിലപ്പുറവും പറയുമെന്ന് ഗിരിക്ക് നന്നായിട്ടറിയാം. ഇതിനിടയിൽ ചന്ദ്രോത്തെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അമ്മ പറയുമ്പോൾ ഒന്നറിയാത്തതുപോലെ ചന്ദ്രോത്ത് എന്തു പറ്റി എന്ന് പ്രകാശ് ചോദിക്കുമ്പോൾ നന്ദനെ കാണാത്തില്ല കാര്യങ്ങളെക്കുറിച്ചെല്ലാം രജനി പറയുന്നു. ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ അതോ ഇനി അപായപ്പെടുത്തിയോ എന്നെല്ലാം രജനി പറയുമ്പോൾ അയ്യോ നന്ദന് എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ഞെട്ടൽ അഭിനയിക്കുകയാണ് പ്രകാശ്. തുടർന്ന് രജനിയാണെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യങ്ങളും അമ്മ പറയുന്നു. തുടർന്ന് നിങ്ങളെല്ലാവരും പരസ്പരം എങ്ങനെ ഒന്നിച്ചു കഴിയണമെന്നും എനിക്ക് സ്നേഹം തരാൻ ആരും ഇല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് നല്ലവനായിട്ടൊക്കെ നടിക്കുന്നു. രജനിക്കും അമ്മയ്ക്കുമൊക്കെ ഇതെല്ലാം കണ്ട് പ്രകാശിനോട് പാവം തോന്നിപ്പോവാണ്. ഇതിനിടയിൽ താൻ നിരപരാധിയാണെന്നും മീരയെ ഞാൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കൊല്ലൂ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് മറ്റൊരു കഥ ഉണ്ടാക്കാനായിട്ട് പ്രകാശ് ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാം കോടതിക്ക് ബോധ്യമായതാണല്ലോ, അതുകൊണ്ട് കൂടുതലൊന്നും നീ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗിരീഷ് പ്രകാശിന് നേരെ ചൂടാവുന്നു. ശേഷം നന്ദൻ എവിടെയുണ്ടെന്ന് കണ്ടെത്താനായിട്ട് എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാമെന്നും അവനൊന്നും പറ്റിക്കാണില്ല ഏട്ടത്തി. തുടർന്ന് അപ്പച്ചി എനിക്ക് സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പി തന്നില്ലേ, നന്ദിയുണ്ട് അപ്പച്ചി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും അഭിനയിച്ച് തകർക്കുന്നു. ഇനിയും അപ്പച്ചിയെ കാണണേ എന്ന് തോന്നിയാൽ ഞാൻ വന്നോട്ടെ എന്നെല്ലാം പ്രകാശ് അനുവാദം ചോദിക്കുമ്പോൾ വേണ്ട എന്നും ഇത് തന്നെ അമ്മയും രജനിയും നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് നീ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് കരുതിയത്. നീ മറ്റെന്തെങ്കിലും ലക്ഷ്യം മുന്നിൽ കണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് ആര് കണ്ടു? നിന്നെ ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്ന് ഞങ്ങൾക്ക് മുൻപ് തന്നെ ബോധ്യമായതാണ്, അതുകൊണ്ട് തന്നെ നീ ഇനി ഈ വഴി വന്നു പോകരുത് എന്ന് ഗിരീഷ് പറയുന്നുണ്ട് പ്രകാശിനോട്. ഞങ്ങൾക്കാർക്കും നിന്നെ കാണാൻ ഒരു താല്പര്യവും ഇല്ല എന്ന് തന്നെ മുഖത്തടിച്ചതുപോലെ ഗിരീഷ് പറയുന്നു. അങ്ങനെ പ്രകാശാണെങ്കിൽ അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാണ്. അവിടെ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ ആരെയോ ഫോണിൽ വിളിച്ചിട്ട് ആ ഗിരീഷ് ഒഴികെ മറ്റ് രണ്ടുപേരും ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച മട്ടാണെന്നും അത് ഞാൻ മാക്സിമം മുതലെടുക്കുമെന്നും ഇനിയാണ് എൻ്റെ ഗെയിം തുടങ്ങാൻ പോകുന്നത് എന്നും പ്രകാശ് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ അരുന്ധതി മിനിസ്റ്ററെ വിളിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ഋഷിയെ കാണാനില്ല, അതിന് എന്തെങ്കിലും സഹായിക്കണമെന്നെല്ലാം പറയുമ്പോൾ ഋഷിയെ കണ്ടെത്താനായിട്ട് പാർട്ടി തലത്തിൽ നിന്നും ഒരു സഹായം ഉണ്ടാവില്ല എന്ന് തന്നെ മിനിസ്റ്റർ തീർത്ത് പറയുന്നു. MLAക്ക് അവരുടെ ഭർത്താവിനെ കാണാനില്ല, അരുന്ധതിക്ക് മകനെ കാണാനില്ല, നിങ്ങളുടെ കുടുംബ പ്രശ്നം തീർക്കലല്ല പാർട്ടിയുടെ ജോലി എന്നും മിനിസ്റ്റർ പറയുന്നുണ്ട്. പിന്നീട് അയാൾക്ക് ഞാൻ ആവശ്യം വന്നപ്പോഴൊക്കെ പണം കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ അയാൾക്ക് എന്നെ സഹായിക്കാൻ വയ്യ എന്നെല്ലാം അരുന്ധതി പറയുമ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെയാണെന്നും അവർക്കൊരാവശ്യം വരുന്ന സമയത്ത് അവർ നമ്മളെയൊക്കെ കൂടെ നിർത്തും, പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ തള്ളി പറയുമെന്നും ഇതവരുടെ പൊതുവായ രീതിയാണെന്നും CP പറയുന്നുണ്ട്. തുടർന്ന് ഇനി ഋഷിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് വാതിലിൽ മുട്ടും CP എന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ പറയുന്നത് കൊണ്ട് മാഡത്തിനൊന്നും തോന്നരുത്, നന്ദനെയും കാണാതായ സ്ഥിതിക്ക് നമുക്കെല്ലാം ചന്ദ്രോത്തുള്ളവരോട് തുറന്നു പറയാം, എന്നിട്ട് കൂട്ടായ ഒരു അന്വേഷണത്തിലൂടെ ഋഷിയെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഋഷിയെയും നന്ദനെയും തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഒരേ ആൾക്കാർ തന്നെയാണോ എന്ന് CP സംശയം പറയുന്നുണ്ട്. അല്ലെങ്കിലും മാഡം ചന്ദ്രോത്തുകാരോട് എല്ലാം തുറന്നു പറഞ്ഞ് ഋഷിമോൻ തുടങ്ങി വെച്ച് ഈ കളി അവസാനിപ്പിക്കാൻ ഇരുന്ന് തന്നെയല്ലെന്ന് CP ചോദിക്കുമ്പോൾ അതൊരു നല്ല മാർഗമാണ് എന്ന് അരുന്ധതിക്കും തോന്നുന്നു. പിന്നീട് ഹരിസാറ് ചന്ദ്രോത്ത് എത്തുന്നുണ്ട്. ഹരിസാറിൻ്റെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് പ്രഭാവതി. എൻ്റെ മോൻ എവിടെ? ആ എസ്തപ്പാൻ്റെ വീട്ടിൽ അവനെയും കൊണ്ട് ഒളിപ്പിച്ചത് ഹരിയേട്ടൻ പറഞ്ഞിട്ടല്ലേ, എന്നിട്ട് അവിടെ നിന്നാണ് അവനെ കാണാതായിരിക്കുന്നത്. നാളെ അവൻ്റെ ജന്മദിനമാണ്, എങ്ങനെ ആഘോഷിച്ചിരുന്നതാണ് അവൻ്റെ ബർത്ത്ഡേ, എല്ലാത്തിനും കാരണം നിങ്ങളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേവികയുടെയും സിദ്ധാർത്ഥൻ്റെയും ഹരിസാറിൻ്റെയൊക്കെ നേരെ ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പ്രഭാവതി. അലമുറയിട്ട് കരയാണ്. അപ്പോൾ ഹരിസാർ പറയുന്നുണ്ട് പ്രഭയുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നന്ദനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹരിസാർ പ്രഭയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കതൊന്നും ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് സിദ്ധാർത്ഥനോടും ദേവികയോടായിട്ട് ഹരിസാർ പറയുന്നുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എൻ്റെ വഴിക്കും ഞാൻ അന്വേഷണം നടത്താം, പിന്നെ മിനിസ്റ്റർ രാധാകൃഷ്ണനെ വീണ്ടും കണ്ട് മുഖ്യമന്ത്രിയുമായിട്ടുള്ള മീറ്റിങ്ങിന് അവസരം ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കണമെന്നും ആവശ്യം നമ്മുടേതല്ലേ എന്നും ഹരിസാറ് ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കുന്നു.
അങ്ങനെ ദേവികയും സിദ്ധാർത്ഥും വീണ്ടും മിനിസ്റ്റർ രാധാകൃഷ്ണനെ കാണാനായിട്ട് എത്തുന്നു. എന്നിട്ട് സിഎമ്മുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാറ് തന്നെ അവസരമുണ്ടാക്കി തരണമെന്നും ഇനിയും വൈകി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നെല്ലാം കേണപേക്ഷിക്കുന്നുണ്ട് സിദ്ധാർത്ഥും ദേവികയും. ഇത്തവണ പക്ഷേ മിനിസ്റ്റർ രാധാകൃഷ്ണനാണെങ്കിൽ സിഎമ്മുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കാമെന്ന് തന്നെയാണ് കേട്ടോ സമ്മതിക്കുന്നത്. ഇതിനിടയിൽ ഹരിസർ തൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് നന്ദനെ തട്ടിക്കൊണ്ടു പോയിട്ടുള്ള വണ്ടിയുടെ CCTV ഫുട്ടേജസ് എല്ലാം പരിശോധിക്കുന്നു. അതിൽ നിന്നും ആ വണ്ടികൾ അന്യസംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണെന്നും മാത്രമല്ല അതിൽ ആ വാഹനത്തിലുണ്ടായിരുന്നവർ ജയിലിൽ നിന്നും പരോളിൽ ഇറങ്ങിയവരാണെന്നുള്ള നിർണായകമായിട്ടുള്ള ഒരു തെളിവ് കണ്ടെത്തുന്നു. എന്തായാലും ആ ഒരു തെളിവിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രകാശ് തന്നെയാണ് ഇതിന് മുന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, അയാളുടെ കളിയാണ് എല്ലാം എന്നുള്ള രഹസ്യങ്ങളെല്ലാം ഉടനെ തന്നെ പുറത്തു വരും, വെളിപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്